വെൽക്കം ബാക്ക് ടു ടാഗോർ അക്കാഡമി. ടാഗോർ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 26/7/2025, അതായത് ഇന്ന് നടന്ന CPO എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ള രീതിയിലെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രീവിയസ് ഇയർ CPOയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീഡിയോസ് കണ്ടവരെ സംബന്ധിച്ചാണെങ്കിൽ ആ ക്വസ്റ്റ്യനകത്തിൽ കുറേയേറെ ക്വസ്റ്റ്യൻസ് സാമ്യമുള്ള കുറേയേറെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചോദ്യപേപ്പറിൽ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കണ്ടവരെ സംബന്ധിച്ച് നമ്മൾ ചെയ്ത് പഠിപ്പിച്ചതായ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പഠിച്ചതായ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെയധികം സഹായകരമായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനകത്തിൽ കുറേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പുതുതായിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം, കുറച്ച് ആലോചിക്കേണ്ടതായിട്ട് വന്ന ക്വസ്റ്റ്യൻസും കാണാം. ഓക്കെ, അപ്പം മൊത്തത്തിൽ പരീക്ഷ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങിയ ആ സീരീസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലായി. ആ സീരീസ് തന്നെ നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തായിരിക്കും ആ ഒരു സീരീസ് നമ്മളിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിന്ന് എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. 59, 69, 79, 89. ഓക്കെ, ഇതിനകത്തിലെ ഈ 4 സംഖ്യകളിൽ നിന്നും ഒറ്റയാൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 59, 69, 79, 89. ഇതിനകത്തിലെ 69 എന്ന് പറയുന്നൊരു നമ്പർ ഒഴിച്ച് ബാക്കി ഇതിലെ 69 ഒഴിച്ച് ബാക്കി എല്ലാ നമ്പരും പ്രൈം നമ്പേഴ്സാണ്. 69 എന്ന് പറയുന്നത് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 69നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് 69 ഒഴിച്ച് ബാക്കി എല്ലാ നമ്പരും എന്താണ്? പ്രൈം നമ്പേഴ്സാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്തത് 69 ആണ്. ബാക്കി എല്ലാ നമ്പേഴ്സും എന്താണ്? പ്രൈം നമ്പേഴ്സാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 11 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണുക. 11 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണുക. ഓക്കെ, ഇതേ നോക്കിയേ. 11 മുതൽ 49 വരെയുള്ള നമ്പേഴ്സിൻ്റെ തുകയാണ് കാണേണ്ടത്. ഇത് എന്ത് നമ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഒറ്റ സംഖ്യകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഒറ്റ സംഖ്യയുടെ പ്രത്യേകത? 2 വീതം കൂട്ടി പോകും അല്ലേ? 11 കഴിഞ്ഞ് തൊട്ടടുത്ത് 13, അത് കഴിഞ്ഞ് 15, അത് കഴിഞ്ഞ് 17 എന്നിങ്ങനെ പോകും അല്ലേ? 2 വീതം കൂട്ടി പോകുന്ന നമ്പേഴ്സാണ് ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇരട്ടസംഖ്യയും 2 വീതം കൂട്ടി പോകും, ഒറ്റ സംഖ്യയും 2 വീതം കൂട്ടി പോകും. അതുകൊണ്ട് ഇതിനെ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. 11 തുടങ്ങി 49 അവസാനിക്കുന്ന കോമൺ ഡിഫറൻസ് 2 ആയ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഈ തന്നേക്കുന്നതെന്ന് പറയാം. ഇതിൻ്റെ തുക കാണാനാണ് പറഞ്ഞത് അല്ലേ? ഇതേ നോക്കിയ ആദ്യ ടേം ഉണ്ട്, അവസാനത്തെ ടേം ഉണ്ട്. തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? തുക ഈക്വൽ ടു എസ് എന്ന് പറയുന്നത് n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം എന്ന് പറയാം. ആദ്യ പദം പ്ലസ് അവസാന പദം, ഇതാണ് തുക കാണാനുള്ള ഇക്വേഷൻ. പക്ഷേ ഇവിടെ n എന്ന് പറയുന്ന നമ്പർ കണ്ടോ? n എത്ര നമ്പർ ഉണ്ട്? ഈ 11 മുതൽ 49 ഇടയിൽ എത്ര നമ്പർ ഉണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഈ സീരീസിൽ 49 വരെ എത്ര നമ്പർ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇവിടെ n കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ നോക്കിയ ആദ്യ നമ്പർ അവസാന നമ്പർ എത്ര? ഇവിടെ 49. അതിൽ നിന്നും ആദ്യത്തെ നമ്പർ കുറയ്ക്കുക. അവസാനത്തിൽ നമ്പറിൽ നിന്നും ആദ്യത്തെ നമ്പർ കുറയ്ക്കുക. 49 നിന്ന് 11 കുറയ്ക്കുക. ഡിവൈഡഡ് ബൈ 2 + 1. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സീരീസിൽ എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. നോക്കിയേ, 49 എന്താ ചെയ്തത്? അവസാന പദത്തിൽ നിന്നും ആദ്യ പദം കുറയ്ക്കുന്നു, ഡിവൈഡ് ബൈ 2, അതിൻ്റെ കൂടെ 1 കൂട്ടുന്നു. 49 നിന്ന് 11 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 38 എന്ന് കിട്ടും. 38 ഡിവൈഡ് ബൈ 2 + 1. 38 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 19. 19 + 1 20. ഈ ഒരു സീരീസിനകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വരിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 20 നമ്പർ ഉണ്ട്. എത്ര നമ്പർ ഉണ്ട്? 20 നമ്പർ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് 20. ആ n അവിടെ കൊണ്ട് കൊടുക്കുക. നമ്മുടെ ഇക്വേഷനകത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ n 20 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 11 + 49 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? 20 ഡിവൈഡ് ബൈ 2 10 എന്ന് കിട്ടും. 10 ഇൻറ്റു 11 + 49 60 എന്ന് കിട്ടും. 60 ഇൻറ്റു 10 ആൻസർ കിട്ടും 600. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തുക എന്ന് പറയുന്നത് 600 ആണ്. മനസ്സിലായല്ലോ പറഞ്ഞത്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിനകത്തിൽ ആദ്യ പദവും അവസാന പദവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു a പ്ലസ് xn ആണ്. എന്ന് വെച്ചാൽ ആദ്യ പദം പ്ലസ് അവസാന പദമാണ്. അതിന് ആ ഇക്വേഷനകത്തിലോട്ട് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുക.
ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേ നോക്കിയേ, താഴെ തന്നിരിക്കുന്ന സംഖ്യയുടെ മീഡിയൻ കാണുമോ? സാധാരണ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യനാണ് മീഡിയൻ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് രീതിയിലും മീഡിയൻ കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കണക്കിൻ്റെ ടോപ്പിക്കിനകത്ത് നിന്ന് ഒരു മീഡിയൻ കാണാൻ ചോദിച്ചു, അല്ലാതെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ അവിടെ ചോദിച്ചിട്ടുണ്ട് മീഡിയൻ കാണാനെന്നും പറഞ്ഞു. ഓക്കെ, അപ്പം മീഡിയൻ എന്നുള്ളത് നമുക്ക് 10ാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് മീഡിയൻ എന്ന് പറയുന്നത്. എന്താ മീഡിയൻ കാണാൻ വളരെ സിമ്പിൾ. അതേ നോക്കിയേ, ഇവിടെ തന്നേക്കുന്ന നമ്പേഴ്സ് കണ്ടോ, 4.20, 6.42, 3.16, 4.16, 2.12, 5.21 അല്ലേ? 6 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 6 നമ്പേഴ്സിൻ്റെ മീഡിയൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 6 നമ്പേഴ്സിൻ്റെ മീഡിയൻ കാണാൻ വളരെ സിമ്പിൾ. അതേ നോക്കിയേ, ഈ നമ്പേഴ്സിനെ നമുക്ക് ചെറുതിൽ നിന്നും വലുതിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതണം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ്, മീഡിയൻ കാണാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതുക. നോക്കി, ഈ നമ്പേഴ്സിനകത്തിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 2.12 ആണ്. 2.12 ഇതാണ് ചെറിയ നമ്പർ, 2.12. ഓക്കെ, കോമ. അടുത്ത നമ്പർ ഏതാ? അടുത്ത അതിനേക്കാൾ കുറച്ച് വലിയ നമ്പർ 3.16, 3.16. ഓക്കെ, അതിനേക്കാൾ വലുത് ഏതാ? 3.16 കഴിഞ്ഞാൽ 4.20, 4.20. ഓക്കെ, അത് കഴിഞ്ഞുള്ള നമ്പർ ഏതാ? അത് കഴിഞ്ഞ് 4.60, 4.60. അതിനേക്കാൾ വലുത് 5.21, 5.21. ഏറ്റവും വലുത് 6.42, 6.42. ഇതേ നോക്കിയേ, നമുക്ക് തന്നേക്കുന്ന നമ്പറിനെ ചെറുതിൽ നിന്നും വലുതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതി. എന്നിട്ട് നോക്കണം, ഇതിനകത്ത് എത്ര നമ്പറുണ്ട്? 1, 2, 3, 4, 5, 6, 6 നമ്പറുണ്ട് അല്ലേ? 6 നമ്പറിനകത്ത് നടുക്ക് കിടക്കുന്ന നമ്പർ ഏതാണെന്ന് നോക്കണം. നടുക്ക് കിടക്കുന്ന നമ്പർ ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ്? 2 സ്റ്റെപ്പേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പേഴ്സിനെ എല്ലാം ചെറുതിൽ നിന്നും വലുതിലേക്കെന്നുള്ള ക്രമത്തിൽ നിരത്തി എഴുതണം. എന്നിട്ട് ഏറ്റവും സെൻറ്ററിൽ കിടക്കുന്ന നമ്പർ ഏതാണോ അതാണ് മീഡിയൻ. ഏറ്റവും സെൻറ്ററിൽ കിടക്കുന്ന നമ്പർ ഏതാണോ അതാണ് മീഡിയൻ. ഇവിടെ നോക്കിയേ, ഏറ്റവും സെൻറ്ററിൽ 2 നമ്പറുണ്ട് അല്ലേ? ഇവിടെ നമുക്കൊരെണ്ണം കറക്റ്റായിട്ട് ഒരു സെൻറ്റർ എടുക്കാൻ കഴിയില്ല. ഇവിടെ 2 നമ്പറുണ്ട് അല്ലേ? 3ഉം 4ഉം അല്ല, മൂന്നാമത്തെ 4ാമത്തെ നമ്പർ കിടക്കുന്നത് സെൻറ്ററിലാണ്. കണ്ടോ, സെൻറ്ററിലെന്നും പറഞ്ഞ് നമുക്കൊരു നമ്പർ എടുക്കാൻ കഴിയില്ല. 4ഉം 3ഉം കിടക്കുന്നത് എന്താണ്? സെൻറ്ററിലാണെന്ന് പറയാം അല്ലേ? ഈ 2 നമ്പേഴ്സ് ഇഞ്ഞെടുക്കുക. 4.20യും 4.20യും 4.60യും ഇത് തമ്മിൽ കൂട്ടുക. 4.20 പ്ലസ് 4.60 അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം എന്താ? ഇവിടെ നടുക്ക് 2 നമ്പർ വന്നേക്കുന്നുണ്ട്. ഇവിടെ നടുക്കുള്ള നമ്പർ എടുക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. നടുക്ക് നമ്പറുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ 2 നമ്പറിനെ ഇഞ്ഞെടുക്കണം. 2 നമ്പറിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുക്കുക. ആൻസർ എത്ര കിട്ടും നമുക്ക്? 4.40 എന്ന ആൻസർ കിട്ടും. 4.40 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? പറഞ്ഞാൽ ക്ലിയർ ആണോ? മീഡിയൻ എടുക്കാൻ എന്ത് ചെയ്താൽ മതി? ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്പറുകളെ എഴുതുക. അതിനകത്ത് നടുക്കുള്ള നമ്പർ ഏതാണോ ആ നമ്പറായിരിക്കും മീഡിയൻ. ഇനി 2 നമ്പറുകൾ നടുക്ക് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ആ 2 നമ്പർ തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക. ഓക്കെ, ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം ഈവൻ നമ്പർ ആണെങ്കിൽ മാത്രമേ ഇതേപോലുള്ള 2 എണ്ണം എടുത്തിട്ട് ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ ഈവൻ നമ്പർ എടുക്കുമ്പോഴേ അങ്ങനെ 2 പേരെ എടുക്കാൻ കഴിയുള്ളൂ. ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യാം? നടുക്ക് കറക്റ്റായിട്ട് ഒരു നമ്പറിനെ കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണം 5 പേരുള്ള ഒരു നമ്പറാണെന്ന് വിചാരിക്കുക. 1, 2, 3, 4, 5. 5 നമ്പേഴ്സ് ഉള്ളതിനകത്ത് നിന്ന് മീഡിയൻ എടുക്കാൻ പറയുമെങ്കിൽ നമുക്ക് പറയാം 3 ഏറ്റവും നടുക്ക് കിടക്കുന്നത്. കേട്ടോ, ഒരാളെ മാത്രം കിട്ടും. കണ്ടോ, പക്ഷേ ഇവിടെ ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 പേരെ നമുക്ക് കിട്ടും. നടുക്ക് കിടക്കുന്നത് 2 പേരായിട്ട് എടുക്കേണ്ടി വരും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 123 മൈനസ് 2 ദ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു 78 പ്ലസ് 3 ദ ഹോൾ റേസ് ടു 1/4 ഡിവൈഡഡ് ബൈ 243 ദ ഹോൾ റേസ് ടു 1/5. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ നോക്കിയേ, 123 നിന്നും 2 പോയാൽ എത്ര കിട്ടും? 123 നിന്നും 2 പോയാൽ 121 അല്ലേ? 121 ദ ഹോൾ റേസ് ടു 1/2. 78 പ്ലസ് 3 81 അല്ലേ? 81 ദ ഹോൾ റേസ് ടു 1/4 ഡിവൈഡഡ് ബൈ 243 ദ ഹോൾ റേസ് ടു 1/5. ഓക്കെ, ക്ലിയർ ആണോ? 121നെ നമുക്ക് 11ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. 11ൻ്റെ സ്ക്വയർ 121നെ 11ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അതുകൊണ്ട് നമ്മൾ അതിനെ 11ൻ്റെ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതി. ഇനി 81നെ
81 എനിക്ക് 3/4 എന്ന് എഴുതാം, 3/4 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 3/4 ദ ഹോൾ റേസ് ടു 1/4 ഡിവൈഡഡ് ബൈ 243 എനിക്ക് 3/5 എന്ന് എഴുതാം, 3/5 കാരണം 3 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 243 കിട്ടും. ഒന്ന് ഗുണിച്ച് നോക്കുക, 243 കിട്ടും. 3/5 എന്ന് പറയുന്നത് ദ ഹോൾ റേസ് ടു 1/5. ഓക്കെ, ഇങ്ങനെ എഴുതി. നമുക്കൊരു ഇക്വേഷൻ അറിയാം, a/m ദ ഹോൾ റേസ് ടു n എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ നോക്കിയേ ഒരു റേസ് ടു തരുന്നു, അതിന് ദ ഹോൾ റേസ് ടു n എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, a/mn എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഗുണിക്കണം എന്നറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയാൽ 11ൻ്റെ സ്ക്വയർ, ആ സ്ക്വയറും 1/2 തമ്മിൽ ഗുണിക്കണം അല്ലേ. ഈ മേളിൽ കിടക്കുന്ന രണ്ടും 1/2 തമ്മിൽ ഗുണിക്കണം. നോക്കിയേ 2 × 1/2, 2 × 1/2, 2 2 ക്യാൻസലായി എന്ത് മാത്രം കിട്ടും നമുക്കവിടെ 11 മാത്രം കിട്ടും. ഓക്കെ, അതേപോലെ ഇവിടെ നോക്കിയേ 4 × 1/4, 4ഉം ഈ 4ഉമായിട്ട് ക്യാൻസൽ ആവും. 5 × 1/5, 5ഉം 5ഉമായിട്ട് ക്യാൻസൽ ആവും. ബാക്കി എന്തൊക്കെ അവശേഷിക്കും, 11 × 3 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും അല്ലേ. 11 × 3 ഡിവൈഡ് ബൈ 3, ദേ 3ഉം 3ഉം ക്യാൻസലായി എന്ത് മാത്രം കിട്ടും, 11 മാത്രം കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? ആൻസർ 11. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഡോഗ് എന്നുള്ളതിനെ നമുക്ക് 274 എന്ന് എഴുതാം. ഡോഗ് എന്നുള്ളതിനെ 274 എന്ന് എഴുതി. ക്യാറ്റ് എന്നുള്ളതിനെ 358 എന്ന് എഴുതി. എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഗോട്ടിനെ എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ഡോഗിനെ നമ്മൾ ആൽഫബറ്റിൽ ABCD എന്ന് അങ്ങോട്ട് എഴുതിയിട്ട് അതിന് വാല്യൂ അങ്ങോട്ട് കൊടുക്കണം. 1 2 3 എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കണം. തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് 1 2 3 4 എന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് എന്തെങ്കിലും പ്രത്യേകത വെച്ച് ഈ ഡോഗിനെ 274 എന്ന് എഴുതാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യനകത്ത് നോക്കിയാൽ മനസ്സിലാവും, അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 274 എന്ന് കിട്ടത്തില്ല. ഇവിടെ അവർ ഡയറക്റ്റ് എന്നതാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് വർക്കൗട്ട് ചെയ്തപ്പോൾ ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ എല്ലാവർക്കും അത് ഓർമ്മ വന്നു എന്ന് മനസ്സിലാകാം. ഇതേ നോക്കിയേ, ഡോഗ് എന്നുള്ളതിനെ 274 എന്ന് എഴുതി. എന്ന് വെച്ചാൽ ഡിക്ക് അവർ ഒരു വാല്യൂ കൊടുത്തേക്കുക 2, 0യ്ക്ക് അല്ലെങ്കിൽ ഒയ്ക്ക് ഒരു വാല്യൂ കൊടുത്തു 7, ജിക്ക് ഒരു വാല്യൂ കൊടുത്തു 4. അതേപോലെ ക്യാറ്റ് എന്നുള്ളതിന് അവരൊരു വാല്യൂ കൊടുത്തു 358 എന്ന് വെച്ചാൽ സിയുടെ വാല്യൂ 3, എയുടെ വാല്യൂ എത്ര 5 കൊടുത്തു, ടിയുടെ വാല്യൂ 8 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഗോട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയേ. ഗോട്ട് എന്ന് പറയുന്ന ആദ്യത്തെ ജിക്ക് പകരം 4, ഒയ്ക്ക് പകരം 7, എയ്ക്ക് പകരം 5, ടിക്ക് പകരം 8. ആൻസർ എത്താ 4 7 5 8. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, 22 1/6 പ്ലസ് 7 1/6 മൈനസ് 3 1/6. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഈ മോഡൽ ഇങ്ങനെ വരുന്ന മിശ്രഫനും വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യനാണ്. ഇതേ നോക്കിയേ, ഇതിനെന്ത് ചെയ്യണം? ആദ്യം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതേ ഇവിടെ എല്ലാം ഓരോ പൂർണ്ണസംഖ്യകളുണ്ടല്ലോ. ആ പൂർണ്ണസംഖ്യകളെ എടുത്ത് 22 പ്ലസ് 7 മൈനസ് 3. ഓക്കെ, അതിനെല്ലാം എടുത്തല്ലോ. ദേ അതൊന്ന് ചെയ്ത് നോക്കിയേ. 22 പ്ലസ് 7 29, 29 മൈനസ് 3 26. ക്ലിയർ ആണല്ലോ? അത്രയും ചെയ്യുക. ഇനി നോക്കിയേ, ഇവിടെ എല്ലാം 1/6. ഇനി ഫ്രാക്ഷനെ എല്ലാം എടുക്കുക. 1/6 ഉണ്ട്, പ്ലസ് 1/6 ഇവിടത്തെ, അടുത്ത മൈനസ് 1/6 അല്ലേ. അതിനെല്ലാം ഇനി എടുക്കുക. പ്ലസ് 1/6 മൈനസ് 1/6 കൂടെ ക്യാൻസലായിപ്പോയി. ഇവിടെ എന്ത് മാത്രം അവശേഷിക്കും? 1/6 മാത്രം അവശേഷിക്കും. ചേർത്തൊന്ന് എഴുതിയേ, 26 1/6. ഇതാണ് ആൻസർ, 26 1/6. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പരീക്ഷ പാസ്സാകാൻ, ഇത് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു പരീക്ഷ പാസ്സാകാൻ 60 മാർക്ക് വേണം. 60 മാർക്ക് വേണം. നീതുവിന് 180 മാർക്കുണ്ട്. പക്ഷേ നീതുവിന് പാസ്സാക്കാൻ 60 മാർക്കിൻ്റെ കുറവുണ്ട്. അതായത് ഈ നീതുവിൻ്റെ മാർക്കിൻ്റെ കൂടെ ഒരു 60 മാർക്ക് കൂടി കിട്ടിയായിരുന്നെങ്കിൽ ഈ 60% മാർക്കായേനെ. ക്ലിയർ ആണോ? പരീക്ഷ പാസ്സാകാൻ 60% മാർക്ക് വേണം. അതായത് നീതുവിന് 180 മാർക്കുണ്ട്. ഒരു 60 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്തായാനെ? പരീക്ഷ പാസ്സായനെ. അതായത് ഈ 60% മാർക്ക് കിട്ടിയേനെ എന്നാണ് അർത്ഥം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 60% എന്ന് പറയുന്നത് 240 ആണ്. 180 പ്ലസ് 60 240 മാർക്ക്. 240 മാർക്ക് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 60%. ഓക്കെ, ഈ ഒരു വരി കേട്ട് നോക്കിയേ.
ഒരു സംഖ്യയുടെ 60% 240 ആയാൽ, ഒരു സംഖ്യയുടെ 60% 240 ആയാൽ ആ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? 240 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100 അല്ലേ? ഒരുപാട് ചെയ്തേ നമ്മൾ. 0 ക്യാൻസൽ ചെയ്തു, 6ഉം 24 കൂടെ ക്യാൻസൽ ചെയ്ത് 40 എന്ന് കിട്ടി. 40 ഇൻറ്റു 10 400 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ആകെ മാർക്ക് എത്ര? 400. ഈ 400 മാർക്കിൻ്റെ 60% 240 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേ നോക്കിയേ, ഒരു ക്ലോക്ക് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ഒന്നുകിൽ പ്രതിബിംബമായിരിക്കും അല്ലെങ്കിൽ ആംഗിൾ ആയിരിക്കും എന്ന്. വായിച്ച് നോക്കുമ്പോഴും ഏകദേശം ആംഗിളിൻ്റെ രൂപമൊക്കെ വരും, പക്ഷേ ആംഗിളല്ല. ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്ക്, ഒരു ക്ലോക്ക് ഒന്ന് വരച്ച് നോക്കിയേ. ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്ക് 4 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ക്ലോക്കിലെ സമയം 2 മണി 10 മിനിറ്റിൽ നിന്നും 2 മണി 10 മിനിറ്റ് എന്ന് വെച്ചതേ ക്ലോക്കിൻ്റെ സൂചി അല്ലെങ്കിൽ മിനിറ്റ് സൂചി 2ൽ വരുമ്പോഴല്ലേ നമ്മൾ 10 എന്ന് പറയുന്നത്. 2 മണി 10 മിനിറ്റ്. ഈ മണി നോക്കണ്ട, 10 മിനിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി എവിടെ വരണം? 2ൽ വരണം. 2 മണി 25 മിനിറ്റിലേക്ക് മാറ്റിയാൽ, 25 മിനിറ്റ് എന്ന് പറയുന്നത് ഈ മിനിറ്റ് സൂചി എവിടെ വരണം? 5 വരണം അല്ലേ? ഈ 5 വരുമ്പോൾ 25 മിനിറ്റ് ആയെന്ന് പറയാം. 25 മിനിറ്റിലേക്ക് മാറിയാൽ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം എത്ര? ഈ മിനിറ്റ് സൂചിയുടെ അഗ്രമുണ്ടല്ലോ, അതെ ഇത്രയും ദൂരം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഇത്രയും ദൂരം സഞ്ചരിച്ചു എന്നാണ് അർത്ഥം അല്ലേ? ആ സഞ്ചരിച്ച ദൂരം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊരുപാട് രീതിയിൽ നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളായ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് നോക്കിയേ, ഇതെന്താണ്? ഒരു വൃത്തമാണല്ലേ? വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നതാണ് ആ മിനിറ്റ് സൂചി. കാരണം ഒരു ക്ലോക്കിൻ്റെ സെൻറ്ററിൽ നിന്നല്ലേ മിനിറ്റ് സൂചി ഫിക്സ് ചെയ്തേക്കുന്നത്. സെൻറ്റർ മുതൽ ആ മിനിറ്റ് സൂചി അങ്ങേ അറ്റം വരെ എല്ലാം നീളമുണ്ട് അല്ലേ? എന്നുവെച്ചാൽ ആ അറ്റം വരെയുള്ള ഈ ഇതാണ് സെൻറ്റർ അല്ലേ? ഇവിടുന്ന് മിനിറ്റ് സൂചിക്ക് ഇവിടം വരെ നീളം ഉണ്ടെങ്കിൽ ഈ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരമല്ലേ ചോദിച്ചത്. ഇത് ഈ മിനിറ്റ് സൂചി ഇങ്ങനെ വട്ടം കറങ്ങിയാൽ നമുക്കൊരു വൃത്തം കിട്ടും അല്ലേ? ആ വൃത്തത്തിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? പെരിമീറ്റർ എന്ന് വെച്ചാൽ ആ വൃത്തത്തിൻ്റെ ഇവിടം മുതൽ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടം വരെ അവസാനിക്കുന്ന ദൂരം എത്രയായിരിക്കും? മൊത്തത്തിലുള്ള ദൂരം, ആ സൂചി മൊത്തത്തിൽ സഞ്ചരിക്കുന്ന ദൂരം എത്രയായിരിക്കും? അതാണ് ഈ വൃത്തത്തിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അതെന്താ? ഈ 2πr ആണ്. 2πr എന്ന് വെച്ചാൽ 2 ഇൻറ്റു പൈ, അതേപോലെ അവിടെ വെച്ചേക്കുക പൈ ഇൻറ്റു r എന്ന് പറയുന്നത് എത്ര? 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 8π എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃത്തത്തിൻ്റെ മൊത്തത്തിലുള്ള നീളം എന്ന് പറയുന്നത് 8π ആണ്. മൊത്തത്തിലുള്ള ദൂരം 8π ആണ്. ഇനി ഇവിടെ നോക്കിയേ, ഈ സൂചി 2ൽ നിന്നും 5 വരെ ചലിച്ചു. 2ൽ നിന്നും 5 വരെ ഇത്രയും ഭാഗം, ഈ 2 മുതൽ 5 വരെ വന്ന ഈ ഭാഗമുണ്ടല്ലോ, ഈ ഭാഗം വൃത്തത്തിൻ്റെ എത്ര ഭാഗമായിരിക്കും? ഈ ദൂരം എന്ന് പറയുന്നത് 2 മുതൽ 5 വരെയുള്ള ദൂരം വൃത്തത്തിൻ്റെ എത്ര ഭാഗമായിരിക്കും? അത് കാണാൻ എന്ത് ചെയ്യണം? വൃത്തത്തിൻ്റെ മൊത്തം അളവ് എത്ര? മൊത്തം കോണളവ് 360 ആണ്. വൃത്തത്തിൻ്റെ മൊത്തം കോണളവ് 360. ഇനി ഈ 2 മുതൽ 5 വരെ എത്ര ആംഗിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. 2 മുതൽ 5 വരെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയത്. ഇതൊരു ക്ലോക്കാണ്. ക്ലോക്കിൽ 12 വരെയുള്ള 12 ഈ ക്ലോക്കിനെ ഡിവൈഡ് ചെയ്തേക്കുക അല്ലേ? 12 ക്ലോക്കിനെ ഡിവൈഡ് ചെയ്തേക്കുന്നു. അതാണ് 1 2 3 എന്നും പറഞ്ഞ് എത്രയായിട്ട്? 12 നമ്മൾ ക്ലോക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ക്ലോക്കിലെ ഇത്രയും ഭാഗം 1 വരെയുള്ള ഭാഗം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 360 ഡിവൈഡഡ് ബൈ 12 ചെയ്യണം അല്ലേ? 360 ഡിവൈഡ് ബൈ 12 ക്ലോക്കിനെ ഡിവൈഡ് ചെയ്തേക്കുക. ഇവിടുത്തെ മൊത്തം ആംഗിൾ എത്രയാ? 360. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്തിൻ്റെ ആംഗിൾ എന്തായിരിക്കും? 360 ഡിവൈഡ് ബൈ 12 എത്രയായിരിക്കും കിട്ടുന്നത്? നമുക്ക് 3 എന്ന് കിട്ടും അല്ലേ? 30 എന്ന് കിട്ടും അല്ലേ? ഈ ഒരു ഭാഗത്തിൻ്റെ അളവ് 30 ആണ് എന്ന് വെച്ചാൽ 2ൽ നിന്നും 3 വരെയുള്ള ആംഗിൾ 30 ആണ്. 3ൽ നിന്നും 4 വരെയുള്ള ആംഗിൾ 30 ആണ്. 4 മുതൽ 5 വരെയുള്ള ആംഗിൾ 30 ആണ്. അങ്ങനെയാണെങ്കിൽ 2 മുതൽ 5 വരെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. മൊത്തം വൃത്തത്തിൻ്റെ 90 ഭാഗമായിരിക്കും ഈ 2 മുതൽ 5 വരെയുള്ള ആംഗിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ മൊത്ത വൃത്തത്തിൻ്റെ 90 ഡിവൈഡ് ബൈ 360 ഭാഗമാണ് ഈ 2 മുതൽ 5 വരെയുള്ള ദൂരം. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞാൽ ക്ലിയർ ആണോ? ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കിയേ. നമുക്ക് എത്ര കിട്ടും? 1/4 എന്ന് കിട്ടും. എത്രയെന്ന് പറയും? 1/4 എന്ന് വെച്ചാൽ ഈ ആകെ വൃത്തത്തിൻ്റെ 4/1 ഭാഗമാണ് ഈ 2 മുതൽ 5 വരെയുള്ള ദൂരം. മനസ്സിലായോ? മൊത്ത വൃത്തത്തിൻ്റെ
നാലിൽ ഒരു ഭാഗമാണ് ഈ 2 മുതൽ 5 വരെയുള്ള ദൂരം. ക്ലിയർ ആണോ? ഇത്രയും കാര്യം മനസ്സിലായോ? മൊത്ത വൃത്തത്തിൻ്റെ അളവ് എത്ര? 8π. അതിലെ 4/1 ഭാഗമാണ് 2 മുതൽ 5 വരെയുള്ള ഭാഗം. അങ്ങനെയാണെങ്കിൽ 8π × 1/4. ആൻസർ എത്ര കിട്ടും? 2π എന്ന് കിട്ടും. എത്ര? സോറി, ഇവിടെ അല്ല 2 വരുന്നത്. ഓക്കെ, 2π എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 2π എന്ന് കിട്ടും. 2 × π അല്ലേ? 2 × π 2 × π. പൈ എത്ര? 3.14. 2 × 3.14. ആൻസർ എത്ര കിട്ടും നമുക്ക്? 826 അല്ലേ? 6.28 എന്ന് കിട്ടും. ക്ലിയർ ആണോ? പറഞ്ഞ ക്ലിയർ ആണോ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ. എന്താ നമ്മൾ ആദ്യം ചെയ്തത്? ഈ മിനിറ്റ് സൂചി സഞ്ചരിക്കുന്ന വൃത്തത്തിൻ്റെ അത്രയും ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ദൂരം മിനിറ്റ് സൂചി സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് മിനിറ്റ് സൂചിയുടെ ദൂരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മിനിറ്റ് സൂചി മൊത്തത്തിൽ എത്ര ദൂരം സഞ്ചരിച്ച് കാണും? 2πr ദൂരം സഞ്ചരിച്ച് കാണും അല്ലേ? എന്ന് വെച്ചാൽ 8π. മൊത്തം ആ മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നത് 8π ആണ്. അതിൽ 2 മുതൽ 5 വരെ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് 2 മുതൽ 5 വരെയുള്ള ദൂരം എന്ന് കണ്ടുപിടിക്കുക. അതിനെന്ത് ചെയ്യണം? മൊത്തം ആംഗിൾ 360 ആണ്. 2 മുതൽ 5 വരെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെ കിട്ടി? നമുക്കറിയാം, ഇതിനെ 12 സെക്ഷനായിട്ടാണ് ക്ലോക്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു സെക്ഷൻ 30 ആണ്. അതായത് 2 മുതൽ 3 വരെയുള്ള ദൂരം 3 വരെയുള്ള ആംഗിൾ 30 ഡിഗ്രി, 3 മുതൽ 4 വരെയുള്ള ആംഗിൾ 30 ഡിഗ്രി, 4 മുതൽ 5 വരെയുള്ള ആംഗിൾ 30 ഡിഗ്രി എന്ന് വെച്ചാൽ 2 മുതൽ 5 വരെ മൊത്തത്തിൽ 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഈ 360ൻ്റെ 90 എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കുക. അത് 1/4 ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ വൃത്തത്തിൻ്റെ 1/4 ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. 8π × 1/4. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഒരുപാട് നമ്മൾ ചെയ്ത് ശീലിച്ചു. ഇത് നോക്കിയേ, എന്താ പറഞ്ഞത്? അരുൺ തൻ്റെ വീട്ടിൽ നിന്നും നേരെ കിഴക്കോട്ട് 6 കിലോമീറ്റർ. അവിടെ നിന്നും നേരെ വലത്തോട്ട് 2 കിലോമീറ്റർ. അതിനുശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ. അവിടെ നിന്നും നേരെ ഇടത്തോട്ട് തിരിയുന്നു. 6 കിലോമീറ്റർ. ഇടത്തോട്ട് 6 കിലോമീറ്റർ. ഇവിടെ നിൽക്കുക ഇപ്പം, കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ അരുൺ തുടങ്ങിയിടത്ത് നിന്ന് എത്ര ദൂരെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് ചോദ്യം. തുടങ്ങിയിടത്ത് നിന്നും എത്ര ദൂരെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? നോക്കിയേ, ആദ്യം കിഴക്കോട്ട് പോയി, പിന്നീട് തെക്കോട്ട് പോയി. വലത്തോട്ട് തിരിയാന്ന് വെച്ചാൽ തെക്കോട്ട് പോയി. വീണ്ടും എന്ത് ചെയ്തു? പടിഞ്ഞാറോട്ട് പോയി അല്ലേ? എത്ര ദൂരം പടിഞ്ഞാറോട്ട് പോയത്? 12 മീറ്ററാണ് പടിഞ്ഞാറോട്ട് പോയത്. 12 കിലോമീറ്ററാണ് പടിഞ്ഞാറോട്ട് പോയത്. എന്ന് വെച്ചാൽ ആദ്യം കിഴക്കോട്ട് 6 കിലോമീറ്റർ പോയി അല്ലേ? അപ്പോൾ അടുത്ത് 12 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അതേ ഡയറക്ഷനിൽ വന്നു, പിന്നെ അധികം ഒരു 6 കിലോമീറ്റർ പോയി അല്ലേ? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അങ്ങനെ 12 കിലോമീറ്റർ പടിഞ്ഞാറ്, എന്നിട്ട് വീണ്ടും തെക്കോട്ടേക്ക് എത്ര പോയി? 6 കിലോമീറ്റർ പോയി. തെക്കോട്ടേക്ക് 6 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ആദ്യം ഇവിടെ അല്ലേ നിന്നത് അരുൺ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 8. നോക്കിയേ, തെക്ക് മാറി തെക്കോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട് മൊത്തത്തിൽ? ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട് അല്ലേ? മൊത്തത്തിൽ എത്ര? ഇവിടം വരെ വരണം അല്ലേ? ബിയുടെ നേരെ വരണമെങ്കിൽ 8 കിലോമീറ്റർ തെക്കാണ് അരുൺ നിൽക്കുന്നത്. 8 കിലോമീറ്റർ തെക്ക്. തീർന്നില്ല, 8 കിലോമീറ്റർ തെക്ക്. ഓക്കെ, ഇനി 8 കിലോമീറ്റർ തെക്ക് വന്നിട്ട് എത്ര കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോകണം നമ്മൾ? 6 കിലോമീറ്റർ പടിഞ്ഞാറ്. എത്ര കിലോമീറ്റർ? 6 കിലോമീറ്റർ പടിഞ്ഞാറ്. അതാണ് ഇപ്പോൾ നിൽക്കുന്ന അരുണിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? അരുണിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് അരുണിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ നിൽക്കുന്നത് 8 കിലോമീറ്റർ തെക്ക്. 6 കിലോമീറ്റർ പടിഞ്ഞാറ്. അതാണ് ഇപ്പോൾ അരുണിൻ്റെ ഡയറക്ഷൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ മുതൽ ബി വരെയുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു മട്ടത്രികോണമാണ്. കണ്ടോ? ഈ മട്ടത്രികോണത്തിൻ്റെ 2 വശം തന്നു. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഹൈപ്പർന്യൂസ് കണ്ടുപിടിക്കണം. എന്താ ഇക്വേഷൻ? 8ൻ്റെ സ്ക്വയർ പ്ലസ് 6ൻ്റെ സ്ക്വയർ അല്ലേ? 64 പ്ലസ് 36 100. 100 നമ്മുടെ ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ ആണ് 100 എന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പർന്യൂസ് √100 = 10. മനസ്സിലായോ? 10 കിലോമീറ്റർ. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്
ആദ്യം 2 കിലോമീറ്റർ പോയി പിന്നെ ഒരു 6 കിലോമീറ്റർ പോയി, അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ 8 കിലോമീറ്റർ. 8-നകത്ത് ഡൗട്ട് വരല്ലേ, മൊത്തത്തിൽ 8 കിലോമീറ്റർ പിന്നെ ഒരു 6 കിലോമീറ്റർ പടിഞ്ഞാറുമാണ്. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് അത് നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് അത് നോക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായ പരീക്ഷയായിരുന്നു. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ